നമ്മൾ ആദ്യത്തെ നമ്മുടെ അതിഥികൾ ചൂരൽമലയിലെ കുട്ടികളായിരുന്നു. മിനിസ്റ്റർ കെ രാജൻ നമുക്കൊപ്പം വന്നു. നമ്മൾ തൃക്കാക്കരയിലെ വാമനമൂർത്തി ക്ഷേത്രത്തിൽ പോയി. ഇനി നമുക്ക് ഇന്നത്തെ ദിവസം മിസ്സാക്കാൻ പാടില്ലാത്ത ഒരാളുണ്ട്. ആരായിരിക്കും സുധി? പറയണോ? പറഞ്ഞോ. ആസിഫ് അലി, നമ്മുടെ സ്വന്തം ആസിഫ് അലി. ആസിഫ് അലി ഇല്ലാതെ നമുക്ക് ഇക്കുറി എന്ത് ഓണം. ആസിഫ് അലിക്കും ഇക്കോണം സ്പെഷ്യലാണ്. ഇത്തവണത്തെ ഓണം ആസിഫ് അങ്ങ് സത്യമാണ് കേട്ടോ. കിഷ്കിന്ദ കാണ്ടോ അങ്ങ് തൂക്കി. ആസിഫ് അലി നമുക്കൊപ്പം ഇരിപ്പുണ്ട്. ഒരു പുതിയ സ്റ്റൈലിലാണ് ഇരിക്കുന്നത് ആസിഫ് അലി. ആസിഫ് അലിയുടെ ഷർട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ? പളപ്പള ഉള്ള ഷർട്ടുമായിട്ട്, പടം പോലെ പളപ്പളാ മിന്നുന്ന ഷർട്ടുമായിട്ടാണ് ആസിഫ് അലി എങ്ങനെ വന്നാലും നമുക്ക് ഇഷ്ടമാണ്. ഈ ലുക്കിന് പുല്ലിൽ എന്തോ ഉണ്ട്. അതെ അതെ, നമുക്ക് ആ ലുക്ക് ചോദിച്ചു തുടങ്ങാം. ആസിഫ് അലി, വെരി ഗുഡ് മോർണിംഗ്, ഹാപ്പി തിരുവോണം. താങ്ക് യു അരുൺ, താങ്ക് യു സോ മച്ച്. അരുണിന്റെ എനർജി ആയിട്ട് എങ്ങനെ ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു ഞാനിത്. അരുൺ, ഇതെൻ്റെ ഓണക്കോടിയാണ്. എൻ്റെ ഭാര്യ എനിക്ക് ഇന്ന് രാവിലെ, അതായത് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എൻ്റെ ഉത്രാടപ്പാച്ചിലായിരുന്നു. കിഷ്കിന്ദകാണ്ഡം എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് അത്ര ഗംഭീര അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെയുള്ള എല്ലാ തിയേറ്റേഴ്സിലും കയറി ഇറങ്ങി ആളുകളെ കണ്ട് നേരിട്ട് സന്തോഷം പങ്കുവച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഇന്നലെ. ഇന്ന് വെളുപ്പിലാണ് എത്തിയത്. അപ്പോൾ ചോദിക്കാതെ തന്നെ പറയാം, കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ് സാർ, ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് കണ്ണാടി വെച്ചിരിക്കുന്നത്. എന്തായാലും യെസ്, ഇന്ന് റിപ്പോർട്ടറിൻ്റെ കൂടെ ഈ ഓണ ആഘോഷത്തിൽ പങ്കുചേരാൻ പറ്റുന്നതും ഇന്ന് ഓണമായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന, ഈ ക്യാമറ ചെയ്യുന്ന, കൂടെ വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഓണം ആശംസിച്ചുകൊണ്ട് തന്നെ എനിക്ക് തുടങ്ങാം. പ്രശ്നമുണ്ട്. ഈ കണ്ണ് പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കാന്ന് പറഞ്ഞാൽ ഈ കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്ന നടനെന്നാണ് ആസിഫ് അലിയെ പറ്റി എല്ലാവരും പറയാറ്. അപ്പോൾ ആ കണ്ണിനെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷേ ഇന്നത്തെ ലുക്കിന് മറ്റൊരു പ്രത്യേകതയും കൂടെ. സമയം തന്നാൽ ഞാൻ തീർച്ചയായിട്ടും സൂക്ഷിക്കാം. അതെ, ഇന്നത്തെ ആസിഫിന്റെ ലുക്കിന് മറ്റൊരു പ്രത്യേകത. ഈ കൂളിംഗ് ഗ്ലാസും ഈ ജുബയൊക്കെ ഇട്ട് വന്നിരിക്കും. നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ നമ്മുടെ ഫ്രീക്കൻ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഓർമ്മയിലേക്കാണ്. അപ്പൊ ഈ ഓണക്കാലത്ത് ആസിഫിന് എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓണം ആ ഒരു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാണല്ലോ. ഈ കോളേജ് കാലഘട്ടത്തിലെ ആ ഒരു ഫ്രീക്കൻ കാലഘട്ടം എങ്ങനെയാണ്? ഈ കമ്മിറ്റിയിലെ ആഘോഷ കമ്മിറ്റികളിലൊക്കെ സജീവമായിരുന്നില്ലേ? അതെ, അത് ശരിക്കും ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. ഞാൻ കോളേജിലൊക്കെ ആഘോഷ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാനത്ത് മെരിയൻ എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. ബി ബി ആണ് അവിടെ പഠിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അവിടുത്തെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഓണത്തിന് ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് കമ്പം, തേനി, അവിടെ പോയി പൂക്കളെടുക്കുക, അല്ലെങ്കിൽ ഓണാഘോഷത്തിനുള്ള സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ആഘോഷ കമ്മിറ്റിയിൽ ഞാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ എല്ലാ കുരുത്തക്കേടുകളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ കാണുമ്പോൾ അങ്ങനെ മാന്യനായിട്ടൊന്നും തോന്നുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ വളരെ സന്തോഷത്തോടെ തന്നെ ഞാൻ പറയുന്നു, ഓണം കോളേജിൽ ഞാൻ ആഘോഷിച്ചിരുന്നത് ഏറ്റവും എല്ലാ രീതിയിലുള്ള കുരുത്തക്കേടുകളുടെയാണ്. അപ്പോൾ ഓണം ഒരു പരിധി വരെ വരുമാന മാർഗമായിട്ട് വരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ള സഹപ്രവർത്തകരുടെ കൂടെയാണ് ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യവും ഓണം അങ്ങനെ തന്നെയാണ്, എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ആസിഫ്, എന്തായാലും ഇത്തവണത്തെ സന്തോഷം എന്ന് പറയുന്നത് കിഷ്കിന്ദകാണ്ഡ സിനിമയുടെ ഒരു വിജയം തന്നെയാണ്. ആ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇന്നത്തെ ഒരു ഓണാഘോഷം? ഇന്നലെ ഉത്രാടപ്പാച്ചിലിന്റെ നല്ല തിരക്കിലായിരുന്നു എന്ന് അറിഞ്ഞു. ഇന്നിപ്പോ എങ്ങനെയാണ് ആഘോഷം? എന്താണ് പ്ലാൻ? ഓണം ആഘോഷം ഈ പ്രാവശ്യം വീട്ടിൽ തന്നെയാണ്. ജമയുടെയും ആദുവിൻ്റെയും ഹൈഡയും കൂടെ ഓണം ആഘോഷിക്കാൻ പ്ലാൻ ഇടുകയും അത് വലുതാവുകയും എൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഇങ്ങോട്ട് എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇതുവരെയുള്ള ഓണാഘോഷങ്ങളുടെ ശീലം. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജമ വാങ്ങിച്ചെന്ന ഓണക്കോടിയാണിത്. രാവിലെ ഓണക്കോടി ഇട്ട് ഏറ്റവും വലിയ സന്തോഷം ഇതല്ലേ, പ്രേക്ഷകരായിട്ട് കേരളം മുഴുവനുള്ള ഇന്ന് റിപ്പോർട്ടർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും വീടുകളിൽ എത്തി ഓണം നേരിട്ട് ആശംസിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഈ ഓണം കിഷ്കിന്ദകാണ്ഡത്തോടു കൂടി തന്നെ വളരെ